വയനാട് ദുരന്തം അവകാശപ്പെട്ട തുക നൽകുന്നതിൽ കേന്ദ്രം വീഴ്ച വരുത്തിയിട്ടില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഹൈക്കോടതി പരാമർശത്തോടെ എല്ലാത്തിനും വ്യക്തത വന്നു. ഇനിയെങ്കിലും കേരളം ദുരന്തത്തെ രാഷ്ട്രീയമായി മുതലെടുക്കുന്ന നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണം. അതേസമയം സ്മാർട്ട് സിറ്റി അഴിമതിയിൽ UDFും LDFും ഒത്തുകളിച്ചുവെന്നും വി മുരളീധരന്റെ വിമർശനം. വയനാട്ടിന് അർഹമായ സഹായം കേന്ദ്രം നൽകും. സംസ്ഥാനത്തിന്റെ ആദ്യ മെമ്മോറാണ്ടത്തിൽ തന്നെ പോരായ്മകളുണ്ട്. രണ്ടാം മെമ്മോറാണ്ടത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നും വി മുരളീധരൻ പറഞ്ഞു. വിശദമായിട്ടുള്ള മെമ്മോറാണ്ടം, ആ മെമ്മോറാണ്ടം ആദ്യം കൊടുത്ത മെമ്മോറാണ്ടം നമുക്കറിയാലോ. 2.77 കോടി രൂപ ശവസംസ്കാരത്തിന് വേണ്ടി ചെലവായി എന്ന് പറയുന്ന മെമ്മോറാണ്ടമാണ്. ആ മെമ്മോറാണ്ടത്തിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകളൊക്കെ തിരുത്തിക്കൊണ്ട് നവംബർ 13 ഇപ്പോൾ മെമ്മോറാണ്ടം കൊടുത്തിട്ടുള്ളത്. കേരളത്തിലെ ഈ ദുരന്തത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു വിലയിരുത്തൽ നടത്തി അർഹമായിട്ടുള്ള തുക കിട്ടും. സാധിക്കാവുന്ന കാര്യങ്ങൾ പോലും സംസ്ഥാനം ചെയ്യുകയോ കയ്യിലുള്ള പണം പോലും സംസ്ഥാനം ഉപയോഗിക്കാതെ കേന്ദ്രത്തെ പഴിചാരുകയാണ്. 1.5 ലക്ഷം ആ അർഹരായിട്ടുള്ള ആളുകൾക്ക് കൈമാറിയോ? 1.5 ലക്ഷം കൈമാറിയിട്ട് തുടർന്ന് അടുത്ത നടപടികൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൂടായിരുന്നോ? എന്തുകൊണ്ട് ഈ സാധിക്കാവുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതെ, കൈവശമുള്ള പണം പോലും ചെലവഴിക്കാതെ കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടിയാലേ ഞങ്ങൾ ഇത് തുറക്കുള്ളൂ? സ്മാർട്ട് സിറ്റി വിഷയത്തിൽ UDFും CPMും ജനങ്ങളെ ഒരുപോലെ വഞ്ചിച്ച പദ്ധതിയെന്നും വിമർശനം. CPMും കോൺഗ്രസും ചേർന്ന് സംയുക്തമായി നടത്തുന്ന ജനവഞ്ചനയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. ആ ഒടുവിലത്തെ ഉദാഹരണമാണ് കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന പദ്ധതി. ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയെ IT പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അവർക്ക് റിയൽ എസ്റ്റേറ്റിലല്ലാതെ മറ്റൊന്നിലും ഒരു വൈദഗ്ധ്യവുമില്ല എന്നറിഞ്ഞുകൊണ്ട് ക്ഷണിക്കുന്നു. ക്ഷണിച്ച ആളുകൾ ഭരണത്തിൽ നിന്ന് മാറിയതിനു ശേഷവും തുടർന്ന് വന്ന ആളുകൾ അവരെ തന്നെ തുടരുന്നു. അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ ഇവർ രണ്ടുപേരും ചേർന്ന് വഞ്ചിക്കുന്നു. ജനം, തിരുവനന്തപുരം.